ഈ രണ്ടാമതമ്മ ഈ 23 ഇയേഴ്സ് ഏജുള്ള അനീഷ ഉത്തർപ്രദേശ് ഷാംലി നിവാസിനിയാണ്. സോ അവൾക്ക് പോലീസ് ഇന്നെ രാവിലെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ബാക്കിയെല്ലാം നടപടി ചെയ്യുന്നുണ്ട്. ഈ കേസിൽ നേരിട്ട് ഇടപാട് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇതിന് മുമ്പ് കൊറിയാത്തവൻ ഈ സ്ത്രീയുടെ ഭർത്താവ് ഈ സ്ത്രീനെ ഈ നൗഷാദിൻ്റെ വീട്ടിൽ 2-3 തവണ കൊണ്ടുപോയിരുന്നു കൺസൾട്ടേഷനൊക്കെ വേണ്ടി. സോ അന്നേ ഈ നൗഷാദ് ഈ സ്ത്രീനെ പറഞ്ഞു ഈ സ്ത്രീയുടെ ശരീരത്തിലൊക്കെ 3 ബാധ ഉണ്ട്. സോ ആ ബാധയിൽ 3 ബാധയിൽ ഇത് 2 ബാധ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. ഒരു ബാധ മാത്രം ബാക്കിയാണ്. സോ അത് നമ്മൾ അന്വേഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഡ്രഗ്സ് ആൻഡ് മാജിക്സ് ആക്ട് പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നൗഷാദ് നേരിട്ട് ഇൻഫ്ലുവൻസ് ഇതുവരെ കണ്ടിട്ടില്ല. ഒന്നും അങ്ങനെ ഒരു തെളിവില്ല. കാരണം ആ ദിവസം ഈ സ്ത്രീ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ ഈ സ്ത്രീയുടെ ഇത് നേരിട്ട് ഇത് ഇതുവരെ നൗഷാദിന് ഒരു കമ്മ്യൂണിക്കേഷൻ വേറെ ഒന്നും ഉണ്ടായിരുന്നു. അത് നമ്മൾ അന്വേഷിക്കുന്നു. ഇതുവരെ സ്ത്രീയുടെ മാത്രം റോളുണ്ട്. അതെ, സമ്മതിച്ചു. കാരണം എന്താണ്, അത് ഈ സ്ത്രീ ശരിക്കും ഈ അജാസ് ഖാനിൻ്റെ രണ്ടാമത് ഭാര്യയായിരുന്നു. സോ ഇപ്പോൾ കുറച്ച് സമീപ് കാലിന് ഈ അജാസ് ഖാനിൻ്റെ ആദ്യം ഭാര്യ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലുണ്ട്. ആ ആദ്യം ഭാര്യ ഈ മരണപ്പെട്ട കുട്ടീനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കൊറിയാത്തവൻ വിളിച്ചിരുന്നു. സോ അതിനെക്കുറിച്ച് ജെലിസി പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. അത് നമുക്ക് ആദ്യമാണോ കിട്ടത്തുള്ള വിവരണം. ബാക്കി എല്ലാ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണമാണെങ്കിൽ അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമുണ്ട്. ഇതുവരെ കൃത്യമായിട്ട് അങ്ങനെയൊന്നും കാണുന്നില്ല. നമ്മൾ എല്ലാ ടൈമിങ്സ് നോക്കിയിരുന്നു. ടൈം ലൈൻ ഒരു പ്രോപ്പർ ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. സീൻ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം തെളിവുകൾ കളക്ട് ചെയ്തിരുന്നു. സയൻറ്റിഫിക് എക്സ്പേർട്സ്, ഫിംഗർ പ്രിൻറ്റ്സ്, ഫോറൻസിക് എക്സ്പേർട്സ് ഉൾപ്പെട്ട ബാക്കി എല്ലാ പുതിയ പദ്ധതിയുള്ള എല്ലാ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്തിരുന്നു. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോണിൻ്റെ CDR റെക്കോർഡ്സ് നോക്കിയിട്ട് ഭർത്താവിൻ്റെ പ്രസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഈ സ്ത്രീ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ കൺഫെഷനിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ബാക്കി എല്ലാ തെളിവുകൾ മാച്ചിങ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ സമയത്ത് സ്ത്രീനെ ഈ നോ, ഞാൻ നേരിട്ട് പറഞ്ഞു. ഈ നൗഷാദ് ആക്ച്വലി ഈ സ്ത്രീനെ പിന്നെ ഈ സ്ത്രീയുടെ ഭർത്താവിനെ കൺവിൻസ് ചെയ്തു. ഈ സ്ത്രീയുടെ ശരീരത്തിലൊക്കെ 3 ബാധ ഉണ്ട്. ലോക്കൽ ടെർമിനോളജിയിലെ ബാധ പോലെ പറയാറുണ്ട്. സോ ആ 3 ബാധയിലെ ഒക്കെ 2 ബാധയിലെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. വളരെ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻ്റ് ആണ് ഇത്. ഒരു 6 വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെട്ടു. അതുകൊണ്ടാണ്. പക്ഷേ ഇത് ഈ മന്ത്രവാദിനെ ഇത്രയും നമ്മൾ ഓൾറെഡി ഡ്രഗ്സ് ആൻഡ് മാജിക്സ് ആക്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അയാളുടെ നേരിട്ട് ഈ കേസിൽ മർഡർ കേസിൽ ഇതുവരെ റോൾ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അതെ.